ഇന്ന് രാവിലെ മഴയും മഞ്ഞും വെയിലും ഒന്നും ഏൽക്കാതെ കണിമംഗലം ശാസ്താവ് വടക്കും നാഥസന്നിധിയിലേക്ക് എഴുന്നള്ളിയതോടുകൂടെ ശക്തന്റെ തട്ടകത്തിൽ പൂരം അങ്ങനെ ആരംഭിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ്. എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലുമയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തള്ളി തുറന്നു വരുന്ന ഒരു മനോഹര കാഴ്ച. ഇപ്പോൾ നമ്മൾ പോകുന്നത് നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, വിവരങ്ങൾ പറയൂ, പൂരാവേശം എത്രത്തോളമുണ്ട്? മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിച്ച് ആഘോഷിച്ച് മടങ്ങുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിൽ ആഘോഷമാക്കിക്കൊണ്ട്, അതായത് ഇത്തവണ നമുക്കറിയാം ഒരുപാട് പരിമിതികൾക്ക് നടുവിലാണ് ഈ പൂരം നടക്കുന്നത്. ഒരു പക്ഷേ പൂരം ഉണ്ടായേക്കുമോ എന്നുള്ള ആശങ്കകൾ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊടുവിൽ പൂരപ്രേമികൾക്ക് ആസ്വാദനം ലക്ഷ്യമിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് വെടിക്കെട്ടൊഴികെയുള്ള മറ്റെല്ലാ ചടങ്ങുകളും അതുപോലെ തന്നെ നടക്കുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ മഠത്തിൽ വരവ് കണ്ട് ആസ്വദിച്ച് അത് അനുഭവിച്ച് മടങ്ങി വരുന്ന ആളുകളാണ്, വിശ്വാസികളാണ്. എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരുടെയും ആകാംക്ഷ, ഇനി എല്ലാവരുടെയും കാത്തിരിപ്പ് അത് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിംഫണി എന്നൊക്കെ പറയപ്പെടുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി എല്ലാവരും. ഇനി ക്ഷേത്രമുറ്റത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തിരുവമ്പാടി ഭഗവതി ആദ്യം തിരുവമ്പാടി കണ്ണന്റെ ശിരസിലേറിക്കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുകയും, അതായത് ദേവസ്വം മഠത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് തിരിച്ചിറക്കം കഴിഞ്ഞ് പൂർത്തിയാക്കി ആ പൂജകളൊക്കെ പൂർത്തിയാക്കി മഠത്തിൽ വരവ് പഞ്ചവാദ്യം കണ്ട്, മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയം നീണ്ടു നിന്നു. അത് പൂർത്തിയാക്കി ഇപ്പോൾ വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടേക്ക് ഇതിനോടകം തന്നെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അതൊരു പാണ്ഡിമേളമായി മാറും. പഞ്ചവാദ്യം പാണ്ഡിമേളമായി മാറുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും, ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുമ്പോഴേക്കും ആദ്യം 3 ആനയിൽ തുടങ്ങി പിന്നീട് അത് 7 ആയി മാറുന്നു. പിന്നീട് വടക്കുന്നാഥനിൽ എത്തുമ്പോഴേക്കും 15 ആനകളുടെ സാന്നിധ്യമാണ് ഉണ്ടാവുക. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ പൂരദിനത്തിലെ രാമന്റെ വരവ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്കാണ് പോകുന്നത്. അത് പൂർത്തിയായിരിക്കുന്നു. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരുടെയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരപ്രേമികളുടെ എല്ലാം കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഇനിയിപ്പോൾ ക്ഷേത്ര നഗരിയിലേക്ക്, ഈ വടക്കുന്നാഥനിലേക്ക് ഓരോരുത്തരും സഞ്ചരിക്കുകയായി. ഇനി ഈ ഒരുപാടധികം സമയം, അതായത് നേരത്തെ തന്നെ അവിടെ എത്തിയാലേ സ്ഥലം ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായി കാണാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. പിന്നീട് ഈ ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായാൽ പിന്നീട് കുടമാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നേരത്തെ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന 55 സെറ്റ് കുടകൾ ഉയർത്തുന്ന കുടമാറ്റമായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം ഇത്തവണ കുടമാറ്റം ചെറിയ രീതിയിലുള്ളൂ. 15 മിനിറ്റ് മാത്രമേ കുടമാറ്റത്തിന് സമയം അനുവദിച്ചിട്ടുള്ളൂ. ഒരു ചടങ്ങിന്റെ പേരിൽ മാത്രം ഏതാണ്ട് 10 സെറ്റ് കുടകളായിരിക്കും ഉയർത്തുക എന്നുള്ളത് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല വെടിക്കെട്ടില്ല, അതൊരു പരിമിതിയാണ്, വിഷമമാണ് പൂരപ്രേമികളെ സംബന്ധിച്ച്. എന്നിരിക്കെ പോലും ഈ നിലയിലെങ്കിലും പൂരം ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം, പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. പിന്നെ ഇത്തവണത്തെ ഒരു പ്രത്യേകതയായി കാണാൻ കഴിയുന്നത് കൃഷിന പുറത്തു നിന്നുള്ള ആളുകൾ, അതായത് സംസ്ഥാനത്തിന് പുറത്തുനിന്നൊക്കെ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് പല ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കുറവ് നമുക്ക് ഇത്തവണ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാടധികം ആളുകൾ ഉണ്ടാവാറുണ്ട്. അവരൊന്നും തന്നെ ഇത്തവണ ഈ വെടിക്കെട്ട് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തും, നമുക്കറിയാം കൊടും ചൂടാണ്. കൊടും ചൂടത്ത് ഇങ്ങനെയുള്ള കുറച്ച് സംഘങ്ങളുണ്ട്. ഇത് ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ സൂര്യഭാരതി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്നദ്ധ കീഴിലാണ്. ഗംഭീര വർക്കാണ്. നേരത്തെ കുടിച്ചു, അതിഗംഭീരാണ്. കാരണം നല്ല ചൂടാണ്. സാർ അതൊരു ഭയങ്കര സഹായമാണല്ലോ അല്ലേ? തീർച്ചയായും നല്ല ചൂട്, ഈ ചൂടത്തിന് വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇത്രയും ചൂടത്ത് ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ അവര് മോരുവെള്ളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയാണ്. കാരണം അത്ര അധികം ചൂടിൽ ഇത്രയും അധികം സമയം നിൽക്കുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെള്ള വിതരണം, വിവിധ സംഘടനകൾ ഇത്തരത്തിലുള്ള വിതരണം, ശുദ്ധജല വിതരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു മഠത്തിൽ? അടിപൊളി പഞ്ചവാദ്യം. ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇത്ര ആസ്വദിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഞങ്ങളെ ഫ്ലാറ്റിന്റെ മുകളിലുള്ളത് കാരണം വെയിൽ കൊള്ളാതെ ശരിക്കും ആസ്വദിച്ചു. ഞാൻ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് തൃശ്ശൂർ പൂരം സ്ഥിരമായി വന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു അനിഷ്ടത്തിലേക്ക് മഠത്തിൽ വരികയാണ്. പക്ഷെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ടാവില്ല, കുറച്ച് ദൂരം നിന്ന് കേൾക്കണം. പക്ഷെ ഭയങ്കര ആവേശകരമായിരുന്നു. നല്ല പഞ്ചവാദ്യമായിരുന്നു. കോട്ടയ്ക്കൽ രവിയേട്ടൻ, കോങ്ങാട് മധുവേട്ടൻ തുടങ്ങിയ പ്രഗത്ഭരുടെ ഒരു നേതൃത്വം ഉണ്ടല്ലോ, അതിഗംഭീരായി നല്ലോണം ആസ്വദിക്കാൻ കഴിഞ്ഞു, കുറച്ച് ദൂരെയാണെങ്കിൽ കൂടി. ഓക്കെ, ഈ ചൂട് ഒന്നും ഒരു പ്രശ്നമായിട്ട് വന്നില്ല. ചൂട് പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമല്ലല്ലോ, വർഷത്തിലൊരിക്കലൊക്കെ സംഭവിക്കും. തൃശ്ശൂർ പൂരം പറഞ്ഞാൽ വർഷത്തിലൊരിക്കലാണ്.
അപ്പോൾ ചൂടിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് പൂരത്തിൽ ലയിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ചൂടിന് വിടാം. അതെ, ചൂടല്ല. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.